കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ വചനവുമായി, അതേ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് ഒരുക്കിയ വിലയേറിയ നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആത്മീയ ചിന്ത കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, 2025 ഒരു പുതിയ മാസം, ഈ 11ാം മാസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തു. പിന്നിട്ട് കഴിഞ്ഞ 10 മാസങ്ങൾ നാം നോക്കുമ്പോൾ പലവിധമായ അനർത്ഥങ്ങൾ, അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്ന നിമിഷങ്ങളെല്ലാം നമ്മളെ സൂക്ഷിച്ച സർവകൃപാലുവായ ദൈവത്തിന് സ്തുതി, സ്തോത്ര, മഹത്വ യാഗങ്ങൾ ഇന്ന് ഈ നിമിഷം അർപ്പിക്കുന്നു. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നിരന്തരമായി ലഭിക്കുന്ന ദൈവവചനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രചോദനമാണ്, അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾക്കൊരനുഗ്രഹമായി തീരും. നിശ്ചയമായും ഞാനത് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു അന്ത്യ കാലഘട്ടത്തിലാണ്, നാളുകളിലാണ് നാം വന്നിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, മനുഷ്യൻ സ്വസ്നേഹികൾ ആയിത്തീരുന്നു, അല്ലെങ്കിൽ വമ്പു പറയുന്നവരായിത്തീരുന്നു, ഏഷണിക്കാരായിത്തീരുന്നു. ഇങ്ങനെ സ്വന്തമായിട്ടുള്ള അനുഗ്രഹത്തെ, സ്വന്തമായിട്ടുള്ള വിടുതലുകളെ, സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തി ഓടുന്ന ഒരു വലിയ സമൂഹത്തിന് നടുവിലാണ് നമ്മൾ ഈ തലമുറയിൽ ആയിരിക്കുന്നത്. ഏറെക്കുറെ പേരും ഈ ചിന്ത ഈ നിമിഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പണമുള്ളപ്പോൾ, സാധ്യതയുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ബന്ധങ്ങളുള്ളപ്പോൾ പലരും നമ്മളെ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടും. എന്നാൽ നമ്മുടെ സാധ്യതകൾ ഇല്ലാതാകുന്ന നിമിഷം, അതായത് നമ്മുടെ സോഴ്സുകൾ, നമ്മുടെ പണം ഇല്ലാതെ വരുന്ന നിമിഷം, നമ്മുടെ ആരോഗ്യം, ബലം ക്ഷയിക്കുന്ന നിമിഷം, നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന നിമിഷം, എല്ലാവരും നമ്മളെ കൈവിടും. അതായത് ഉപയോഗിച്ച് കഴിഞ്ഞ് മാറ്റിവെക്കുന്ന, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നെത്തിയിരിക്കുന്നത്. പലർക്കും ഈ ചിന്ത കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും, അവരുടെ ഇന്നലകളിൽ നാം വിശ്വസിച്ച, അല്ലെങ്കിൽ നമ്മൾ ഏറെക്കുറെ കരുതിയ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത പല പ്രിയപ്പെട്ടവരിൽ നിന്നും നമുക്കേറ്റ മുറിവുകൾ. അതെ, ഈ സന്ദേശം അങ്ങനെയുള്ള നിരാശകളെ, ഭാരങ്ങളെ എടുത്തു മാറ്റി ആത്മാവിൽ നിങ്ങളെ ബലപ്പെടുത്തുവാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം. ആ 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശു കർത്താവ് 3.5 വർഷം ഈ ഭൂമിയിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ദൈവരാജ്യം ശുശ്രൂഷിച്ച കാലഘട്ടത്തിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഗലീലയിലെ കാനാവിൽ വെച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഏതൊരു കുഞ്ഞിനും അറിയാവുന്ന ഒരു സംഭവമാണ് ഗലീലയിലെ കാനാവിൽ അന്ന് യേശു കർത്താവ് ചെയ്തത്. പലപ്പോഴും ഈ സന്ദേശം നമുക്കൊരു അനുഗ്രഹമായിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഈ വചനം പലപ്പോഴും ഒരു പ്രചോദനമായിട്ടുണ്ട്. ഈ ചിന്തയിൽ നിന്ന് ഒരു ഭാഗം ഈ നിമിഷം നിങ്ങളെ ഓർപ്പിച്ച് നിങ്ങൾക്കൂടി പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം പഠിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. 2-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ 1-2 വാക്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അടുത്തതായി കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. അടുത്തത്, യേശുവിനെ ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. 1, കല്യാണം ഉണ്ടായി. 2, മറിയ അവിടെ ഉണ്ടായിരുന്നു. 3, യേശുവിനെയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വേഗത്തിലെ മറിയ, കാനാവിലെ കല്യാണ വീട്ടിലായിരിക്കുന്ന മറിയ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു പറയുകയാണ്, അവർക്ക് വീഞ്ഞ് പോരാതെ വരുന്നു. പോരായ്മകളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നു എങ്കിൽ നിശ്ചയമായും നിങ്ങളിൽ കൂടെ അസാധാരണമായി ചില ദൈവപ്രവർത്തികളെ ചെയ്തെടുക്കുവാൻ കർത്താവ് ഈ തലമുറകളിൽ
ആഗ്രഹിക്കുന്നു. അതെ, മറ്റുള്ളവരുടെ കുറവുകളെ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ നിങ്ങളത് പറയേണ്ട വ്യക്തികളോട് പറയണം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, അത് പരിഹരിക്കുവാൻ കഴിയുന്നവനോട് വേണം ആ വിഷയങ്ങളെ നിങ്ങൾ ഷെയർ ചെയ്യുവാൻ. ഈ വീട്ടിൽ ഉണ്ടായ പോരായ്മ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാണ് മറിയ പറയുന്നത്. നിശ്ചയമായും മറിയ അത് പറയുവാൻ ഒരു കാരണമുണ്ട്. തൻ്റെ മകനായ യേശുവിൻ്റെ മേൽ കിടക്കുന്ന അനവധി വാഗ്ദത്തങ്ങൾ. എന്നാൽ ആ വാഗ്ദത്തത്തിന് നിവർത്തി എപ്പോൾ നടക്കും, അല്ലെങ്കിൽ അത് നടക്കണം, അത് നടന്നു കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു മാതാവ് യേശു കർത്താവിനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. യേശു അവിടെ പറയുന്ന വാക്ക്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. തൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്ന ഒരു കർത്താവ്. ഞാൻ ആദ്യം പറഞ്ഞു, വിഷയങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ ആ വിഷയങ്ങളെ, കുറവുകളെ പരിഹരിക്കുവാൻ കഴിവുള്ളവനോട് വേണം നിങ്ങൾ വിഷയങ്ങളെ പറയുവാൻ. അത് പറയുമ്പോൾ കർത്താവ് പറയുന്നത്, എൻ്റെ നാഴിക, സമയത്തിനായി കർത്താവ് കാത്തിരിക്കുന്നു. എന്നാൽ മറിയ ആ വാക്ക് കേട്ട് നിരാശപ്പെടാതെ ശുശ്രൂഷക്കാരടുക്കലേക്ക് ചെന്ന് അവരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. അപ്പോൾ ആവശ്യപ്പെട്ട കുറവുകളെ വ്യക്തമായി മനസ്സിലായി. ആ മനസ്സിലായ കുറവ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ട് അവതരിപ്പിച്ച മറിയയ്ക്കറിയാം, യേശുവിൽ കൂടെ ഈ വിഷയത്തിന് ഒരു പരിഹാരമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയാം, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവരാൽ ചില അടയാളങ്ങൾ നടക്കും. വിശ്വസിക്ക്, ഈ 11ാം മാസം നിങ്ങളിൽ കൂടെ ചില അടയാളങ്ങളെ വെളിപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. നിരാശപ്പെട്ടു പോകരുത്. പലപ്പോഴും നാം പ്രതീക്ഷിച്ച മറുപടി ആയിരിക്കത്തില്ല നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോകാതെ വിശ്വാസത്തോടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യണം. ഇതാ മറിയ വന്ന് ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ. ഒരുക്കമുള്ള ഒരു തലമുറ, ഒരുക്കമുള്ള ഒരു കൂട്ടം ശുശ്രൂഷക്കാർ. ബൈബിൾ പറയുന്നു, കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കി മാറ്റുന്ന ഒരു ദൈവം. അതെ, നിങ്ങൾ ഒരുക്കമുള്ളവരാണെങ്കിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ഒരുക്കമുള്ളവരോട് യേശു കർത്താവ് പറയുകയാണ്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. 2-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു പറയുകയാണ്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. എങ്ങനെയാണ് ഈ കൽപാത്രങ്ങൾ അവിടെ വന്നത്? നമ്മൾ 6-ാം വാക്യത്തിൽ വായിച്ചു. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമപ്രകാരം ഒരു കല്യാണം ഉണ്ടെങ്കിൽ അവിടെ ഈ കൽപാത്രം ഉണ്ടായി തീരൂ. അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, പ്രത്യേകിച്ച് യഹൂദന്മാർ ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം. അവർ ചന്തകളിലും പൊതുസ്ഥലങ്ങളിലും പോയി അവർ മടങ്ങി വരുമ്പോൾ അവരുടെ കൈകാലുകൾ അവർ കഴുകി വൃത്തിയാക്കുക ശീലമായിരുന്നു. അപ്പോൾ അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നിയമിച്ചിരുന്നതാണ് ഈ കൽപാത്രം. ഈ കൽപാത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇത് പുറംപറമ്പിലാണ്. 2, ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കല്യാണ വീട്ടിലേക്ക് വന്നവരെല്ലാം ഈ കൽപാത്രം ആവശ്യത്തിനനുസരിച്ച് അവർ ഉപയോഗിച്ചു. എന്നാൽ യേശു കർത്താവ് ഈ കൽപാത്രത്തിലേക്ക് നോക്കുമ്പോൾ യേശു പറഞ്ഞു, ഈ കൽപാത്രങ്ങളെ നിറയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇത് ഒഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിൽ ആരൊക്കെയോ നിങ്ങൾ ഉപയോഗിച്ച് ശൂന്യതയുടെ അവസ്ഥയിൽ, സാമ്പത്തികമായിട്ടാകട്ടെ ആരോഗ്യപരമായിട്ടാകട്ടെ, നിങ്ങളുടെ ഏത് മേഖലയിൽ ആരൊക്കെ നിങ്ങളെ ഉപയോഗിച്ച് ഇന്ന് നിങ്ങളെ ഒന്നിനും കൊള്ളാതെ നിങ്ങളെ ഉപയോഗിച്ചവർ നിങ്ങളെ മാറ്റി നിർത്തിയ അനുഭവത്തിലാണ് നിങ്ങളിത് കേൾക്കുന്നത് എങ്കിൽ വിശ്വസിക്ക്, കർത്താവ് നിങ്ങളിൽ വെച്ചിരിക്കുന്ന പദ്ധതി ചെറുതല്ല, അത് വലിയതാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല കല്യാണ വീടുകളിലും വെച്ച് ഈ കൽപാത്രം നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിറഞ്ഞ ഭാഗത്തെല്ലാം അവരുടെ ഉപയോഗം കഴിയുമ്പോൾ ഒഴിഞ്ഞ അനുഭവത്തിലാണ് ഈ കൽപാത്രം മടങ്ങിപ്പോയത്. ഈ ഭവനത്തിൽ ഉണ്ടായ ശൂന്യത മാറ്റാൻ ഒരിക്കലും ഈ കൽപാത്രത്തെ ആരെങ്കിലും ആശ്രയിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. അതെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളെ ഉപയോഗിക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, ചില ഭവനത്തിനകത്തെ ശൂന്യതകളെ പരിഹരിക്കുവാൻ നിങ്ങളെ ഉപയോഗിക്കുമെന്ന് ഒരിക്കലും നിങ്ങൾക്ക് യാതൊരു വിചാരവും കാണത്തില്ല. എന്നാൽ ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വഴികൾ. അത് ഏറ്റവും ഉയർന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരാമേ പറഞ്ഞു, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അത് ചെറുതല്ല, അത് വലുതാണ്. പ്രിയപ്പെട്ടവരെ,
പലപ്പോഴും നിറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒഴിഞ്ഞിട്ടുണ്ട്. പല കൂട്ടായ്മയ്ക്കകത്ത് നാം പോയി നിരന്തരം ആരാധിച്ചും പ്രാർത്ഥിച്ചും പ്രാപിക്കുന്ന വിടുതലുകൾ, എന്നാൽ ആ ഒരു സീസൺ കഴിയുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയാതെ ഒഴിഞ്ഞ പല അനുഭവങ്ങളിലുമാണ് നമ്മളിൽ ഏറെക്കുറെ പേരുമായിരിക്കുന്നത്. എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്ക്, ഒരു കൽപ്പന പുറപ്പെട്ടു. അതാരിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് വിരുന്നുവാഴിയിൽ നിന്നല്ല, കല്യാണ വീട്ടിലെ ചൊറക്കനിൽ നിന്നല്ല, ആ കല്യാണ വീടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മാനുഷിക വ്യക്തിയിൽ നിന്നല്ല, സാക്ഷാൽ സർവശക്തനായ ദൈവം, അതായത് യേശു കർത്താവിൽ നിന്ന് തന്നെ ഒരു കൽപ്പന പുറപ്പെട്ടു. ആ കൽപാത്രങ്ങളെ നിറയ്ക്കുക. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഈ 11ാം മാസം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല മേഖലകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ കഴിയുന്നു എങ്കിൽ കരങ്ങൾ ഉയർത്തിയോ കരങ്ങൾ അടിച്ചോ ഈ ദൂതുകൾക്ക് ആമേൻ പറ. ചില ശൂന്യതകളെ പരിഹരിക്കുവാൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, നിങ്ങൾ ചിന്തിക്കാത്ത സമയത്ത്, നിങ്ങൾ വിചാരിക്കാത്ത സാഹചര്യത്തിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുക. ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണിൽ, നിങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരും മാന്യരും അനേകർ നിങ്ങളുടെ മുമ്പിൽ കാണും. കഴിവ് കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, സാമ്പത്തിക ഉന്നമനം കൊണ്ട്, കുടുംബ പശ്ചാത്തലം കൊണ്ട്, പല നിലകളിൽ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന പലരും നിങ്ങളുടെ മുമ്പിൽ കാണും. എന്നാൽ താരതമ്യം ചെയ്യാതെ കർത്താവിൽ ആശ്രയിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്ക് ഒരു കൽപ്പന യേശു കർത്താവ് പുറപ്പെടുവിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് പറഞ്ഞു, ആ കൽപാത്രങ്ങളെ നിറയ്ക്കുവീൻ, നിറയ്ക്കുവീൻ എന്ന് കൽപാത്രങ്ങളെ നോക്കി കർത്താവ് പറയുമ്പോൾ അവർക്ക് എത്രത്തോളം വീഞ്ഞാണോ വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ആവശ്യം എത്രത്തോളമാണോ എന്ന് നോക്കിയല്ല യേശു കർത്താവ് കൽപാത്രങ്ങളെ നിറയ്ക്കാൻ പറഞ്ഞത്. എൻ്റെ ചിന്തയിലേക്ക്, പ്രധാനപ്പെട്ട ദൂതിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ സന്ദേശം ഗ്രഹിച്ചേ. അതേ പ്രിയപ്പെട്ടവരെ, 2 3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രം അവിടെ ഉണ്ടായിരുന്നു. എണ്ണം കറക്റ്റാണ്, 6 എണ്ണം. എന്നാൽ അളവിൽ വ്യത്യാസമുണ്ട്, വലിപ്പ ചെറുപ്പമുണ്ട്, ഉയരക്കുറവുണ്ട്. അതായത് ഉൾക്കൊള്ളുവാൻ പലതിനും ലിമിറ്റേഷനുകളുണ്ട്. എല്ലാത്തിൻ്റെയും അളവ് ഒരുപോലെയല്ല. എന്നാൽ 6 കൽപാത്രമുണ്ട്. ചിലതിൽ 2 പറ കൊള്ളും, ചിലതിൽ 3 പറ കൊള്ളും. അതേ പ്രിയപ്പെട്ടവരെ, പൊക്കമോ ഉയരമോ മുഖമോ നോക്കാത്തൊരു ദൈവം നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ദൂത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ച്. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അതിരുകളെ നോക്കിയല്ല, നിങ്ങളുടെ യോഗ്യതകളെ നോക്കിയല്ല, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങളെ നോക്കിയല്ല, ഇതൊന്നുമല്ല നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ മാനദണ്ഡം. ഞാൻ ആവർത്തിച്ച് പറയാം, പുറംപുറമ്പിൽ കിടക്കുന്ന ചിലതിനെ, ഇന്നലകളിൽ പലരും ഉപയോഗിച്ചിട്ട് മാറ്റിവെച്ച ചിലതിനെ, ഇനി ഒരിക്കലും നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചിലതിനെ കർത്താവ് ഉപയോഗമുള്ളതാക്കി മാറ്റുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാധ്യതകളില്ല, സകല വഴികളും അടഞ്ഞു. ഇനി നിന്നെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ നടുവിൽ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോകുക. വിശ്വസിക്ക്, കർത്താവ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുക. അതേ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ്? ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി. ശൂന്യതകളെ മാറ്റുവാൻ, തലമുറയുടെ ഭാവിക്ക് നേരെ, അവരുടെ വിദ്യാഭ്യാസത്തിന് നേരെ, കുടുംബജീവിതത്തിന് നേരെ ഉയർന്നു നിൽക്കുന്ന വെല്ലുവിളിയിൽ നിന്ന് ആ കുടുംബത്തെ വിടുവിക്കുവാൻ. ഞാനൊന്നുകൂടെ പറഞ്ഞാൽ, ആ കുടുംബം ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന തലകുനിയപ്പെടും ദേശത്തിന് നടുവിൽ, പട്ടണത്തിന് നടുവിൽ, വിളിച്ചു വരുത്തിയ വിശിഷ്ട അതിഥികളുടെ നടുവിൽ തലകുനിയപ്പെടുമെന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ ആ കുടുംബത്തിൻ്റെ കരം ഉയർത്തുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ആമേൻ പറഞ്ഞു. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ്. അതെ, ഒരിക്കലും അവിടെ സംഭവിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അവിടെ അവർക്ക് വീഞ്ഞാണ് ആവശ്യം. ഒരിക്കലും കൽപാത്രങ്ങളിൽ വീഞ്ഞ് സൂക്ഷിക്കാറില്ല. അടച്ച് ഏറ്റവും ഉറപ്പുള്ളതായി വെക്കേണ്ട വീഞ്ഞ് ഒരിക്കലും തുറന്നിരിക്കുന്ന കൽപാത്രങ്ങളിൽ വെക്കുക അസാധ്യമാണ്. അതേ പ്രിയപ്പെട്ടവരെ, അടച്ചുറപ്പുള്ള വിലയേറിയ പല പാത്രങ്ങളും ആ വീട്ടിലുണ്ടെങ്കിലും യേശു കർത്താവ് പറയുക, എനിക്ക് അത്ഭുതത്തെ ചെയ്യാൻ ഈ കൽപാത്രം മതി. അതെ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പുറമേയുള്ള അവസ്ഥ ഏത് തന്നെയാണെങ്കിലും കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞു. പുറമേയുള്ള
അവസ്ഥകളെ മനുഷ്യൻ നോക്കുമ്പോൾ നിന്റെ ഹൃദയത്തെയും ആഗ്രഹത്തെയും ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന ടെൻഷനുകളെ, നിരാശകളെ, ഭാരങ്ങളെ തിരിച്ചറിയുന്ന കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് പറയുക, ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പി. അതേ പ്രിയപ്പെട്ടവരെ, അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു യേശു കർത്താവ് ഇവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ സ്തോത്രം, ഈ 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങളെ നിറയ്ക്കേണ്ട ആവശ്യമില്ല. മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ ലോകമായിരുന്നു അത് ചെയ്തതെങ്കിൽ 1-2 കൽപാത്രത്തിൽ വെള്ളം നിറച്ച് അവിടെ അവർ വീഞ്ഞാക്കി ഉപയോഗിച്ചേനെ. എന്നാൽ ആ പുറംപറമ്പിൽ കിടക്കുന്ന കൽപാത്രത്തിൽ 6നെയും എൻ്റെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു. ഞാൻ ആരോടൊക്കെയോ ദൂത് പറയുകയാണ്, കർത്താവ് നിന്നെ സെലക്ട് ചെയ്തു, കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തു. പലരും നിന്നെ തള്ളിയതാ, പലരും നിന്നെ ഒഴിവാക്കിയതാ, പലരും നിന്നെ റിജക്റ്റ് ചെയ്തതാ. നിന്റെ പൊക്കം നോക്കി, നിന്റെ ഉയരം നോക്കി, നിന്റെ കളർ നോക്കി, നിന്റെ വിദ്യാഭ്യാസം നോക്കി, നിന്റെ പല യോഗ്യതകൾ നോക്കി പലരും നിന്നെ റിജക്റ്റ് ചെയ്തപ്പോഴും നല്ലവനായ എൻ്റെ കർത്താവ് യോഗ്യത നോക്കാതെ, അതേ ദാവീദ് പറയുക, ഞാൻ നാശകരമായ കുഴിയിലായിരുന്നു, ഞാൻ കുഴഞ്ഞ ചേറ്റിലായിരുന്നു, എന്നാൽ എൻ്റെ യേശു കർത്താവ് എന്നെ തേടി വന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ നോക്കാതെ നമ്മളെ തിരഞ്ഞെടുത്തൊരു കർത്താവുണ്ട്. ആ കർത്താവിന് എത്രത്തോളം ആരാധിച്ചാലും മതിയാകത്തില്ല. അതെ, 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രത്തെയും യേശു കർത്താവ് സെലക്ട് ചെയ്തു. ലോകത്തിൻ്റെ കണ്ണുകളിൽ ഒരു പക്ഷേ അത് ദൃഷ്ടികൾക്ക് ആശ്ചര്യമായിരിക്കാം. ദൈവത്തിൻ്റെ പദ്ധതി അതുപോലാണ്. എന്തിനു വേണ്ടിയാണ്? ശൂന്യതകളെ മാറ്റുവാൻ. ഏറ്റക്കുറച്ചിലുകളുണ്ട്, വലിപ്പത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. പക്ഷെ 6 കൽപാത്രത്തെയും എൻ്റെ കർത്താവ് സെലക്ട് ചെയ്തു. ഞാൻ ആവർത്തിച്ച് പറയാം, മനുഷ്യൻ തള്ളിയതിനെ ചേർത്ത് നിർത്തുന്നൊരു നല്ല കർത്താവ്. അതെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ എവിടെയാണ് ഒറ്റപ്പെടൽ അനുഭവിച്ചത്? നിറം കൊണ്ട്, യോഗ്യതകൾ നോക്കി, വിദ്യാഭ്യാസം നോക്കി, കുടുംബ പശ്ചാത്തലം നോക്കി, നിങ്ങളുടെ ബന്ധങ്ങൾ നോക്കി പലപ്പോഴും പലരും നിന്നെ തള്ളിക്കളഞ്ഞു കാണും. എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കുക, യേശു കർത്താവ് നിന്നെ ഒഴിവാക്കത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരും, ഈ 6ലും നിറച്ചിട്ട് അത്രമാത്രം വീഞ്ഞ് ഇവിടെ ആവശ്യമില്ലല്ലോ. എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ അറിയാം, ഒരു കൽപാത്രത്തിലെ വീഞ്ഞു പോലും ഉപയോഗശൂന്യമായി നശിച്ചു പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. എന്താണ് അവിടെ വചനം പറയുന്നത്? ശുശ്രൂഷക്കാരായി ഒരുക്കത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടം ആ 6 കൽപാത്രത്തിൻ്റെയും വക്കോളം നിറയ്ക്കുവാനിടയായി. അതെ, അളവിൽ വ്യത്യാസമുണ്ട്, എണ്ണത്തിൽ ഒരു കുറവുമില്ല. 6 കൽപാത്രമുണ്ട്, അവർ വക്കോളം നിറച്ചു. 6 വക്കോളം നിറഞ്ഞിരിക്കുക. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഇന്നലകളിൽ ഉപയോഗിച്ച് മാറ്റിവെച്ചവർ, ഇന്നലകളിൽ ഉപയോഗിച്ചിട്ട് ഇനി നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കിയവർ, നിന്നിലെ സാധ്യതകൾ നഷ്ടപ്പെട്ടത് കണ്ട്, നിന്റെ സോഴ്സുകൾ നഷ്ടപ്പെട്ടത് കണ്ട്, നിന്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടത് കണ്ട്, നിന്റെ കയ്യിൽ ഇനി പണമില്ല എന്ന് കണ്ട് നിന്നെ ഒഴിവാക്കിയവർ അല്ല, നിന്റെ സൗന്ദര്യത്തെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ ബലത്തെ ഇന്നലകളിൽ ചൂഷണം ചെയ്തിട്ട് ഇന്ന് നിന്നെ ഒഴിവാക്കിയവർ കേൾക്കെ ഈ ദൂത് ആവർത്തിച്ച് പറയാം, കർത്താവ് ആരെയും തള്ളിക്കളയത്തില്ല. ബൈബിൾ പറയുന്നു, കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അടുത്തത് ലോകാവസാനത്തോളം എല്ലാം നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതെ, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ പറഞ്ഞു. അവിടെയുള്ള 6 കൽപാത്രത്തെയും എൻ്റെ ദൈവം സെലക്ട് ചെയ്തു, തിരഞ്ഞെടുത്തു. ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ തള്ളപ്പെട്ടത്? എവിടെയാ നിങ്ങളെ ശത്രു തകർത്ത് കളഞ്ഞത്? ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇതൊരു തിരിച്ചു വരവിന്, അനുഗ്രഹത്തിന് നിദാനമായി തീരും. ഞാൻ ആവർത്തിച്ചു പറയാം, നിങ്ങൾ വിചാരിക്കുന്നതല്ല നിങ്ങളെക്കുറിച്ച് ദൈവം വിചാരിക്കുന്നത്. അതെ, ഇന്നലകളിൽ പലപ്പോഴും നീ നിറഞ്ഞു, അതുപോലെ നീ ഒഴിഞ്ഞ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ യേശു കർത്താവ് ഇവിടെ നിന്നെ നിറയ്ക്കുക മാത്രമല്ല, ഇനി ഒരിക്കലും വറ്റിപ്പോകാത്ത ഒരനുഭവത്തിലേക്ക് നിങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ തൊടണം. ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ തള്ളിക്കളയാത്തതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, പല കുറവുകളും ഞങ്ങൾക്കുണ്ട്. ആ കുറവുകൾ നോക്കി പലപ്പോഴും പലരും ഞങ്ങളെ പലയിടങ്ങളിൽ ഒഴിവാക്കി. എന്നാൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.